ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. അപ്പം തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും വേണമെങ്കിൽ അല്പം കൂടി വ്യാപകമായി പറയാം, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ആര് നിയന്ത്രിച്ച് സ്വാധീനത്തിൽ വെച്ചിട്ടുണ്ടോ അവൻ. ഇപ്പം സ്വന്തം നിയന്ത്രണത്തിലുള്ള ഇന്ദ്രിയ മനോബുദ്ധികളോടൊത്തവൻ. ഇത് പരിശ്രമത്തിലൂടെ നേടേണ്ടതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനും സ്വാധീനമാക്കാനും ഈ അധ്യായത്തിൽ തന്നെ എന്താണ് ഉപായം എന്ന് ചോദിക്കുന്ന അർജുനനോട് ഭഗവാൻ വളരെ ശക്തമായി തന്നെ അഭ്യാസത്തെ പറയുന്നുണ്ട്. അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ എന്ന്. അഭ്യാസം ആവർത്തിച്ചുള്ള പരിശ്രമമാണ്. ഒരു ഉന്നതമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ആവർത്തിച്ച് പരിശ്രമം ചെയ്യുമ്പോൾ അതിനെയാണ് അഭ്യാസം എന്നിവിടെ പറയുന്നത്. സാമാന്യ ഭാഷയിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അഭ്യാസം, ആവർത്തനം. ഭാഷാശാസ്ത്രത്തിൽ അങ്ങനെയേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മനോബുദ്ധികളെ നിയന്ത്രിക്കുന്നതിനായിക്കൊണ്ട് ആവർത്തിച്ചുള്ള പരിശ്രമം. ആ പരിശ്രമത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ വീണെടുത്ത് കിടക്കുകയല്ല, വീണെടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ അന്ധഃകരണത്തെ, മനസ്സിനെ, ബുദ്ധിയെ സ്വാധീനമാക്കാൻ കഴിയും, ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കാൻ കഴിയും. ഇതല്ലാതെ മറ്റൊരു ഉപായമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, സാധനയിലൂടെ അല്ലാതെ, ഉപായത്തിലൂടെ അല്ലാതെ ആർക്കും തന്നെ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പോൾ താനേ നിയന്ത്രിതമാവട്ടെ എന്ന് വിചാരിച്ചാൽ പ്രയോജനമില്ല. വാസ്തവത്തിൽ നമ്മുടെ പുരുഷാർത്ഥ പ്രാപ്തി ഈ നമ്മുടെ പരിശ്രമത്തിനനുസൃതമാണ്, സാധനയ്ക്കനുസൃതമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വൈദിക ശാസ്ത്രങ്ങളിൽ സകല കർമ്മങ്ങളെയും ഉപാസനകളെയും വിധിച്ചിട്ടുള്ളത്. എല്ലാ കർമ്മങ്ങളും ഉപാസനകളും ഈ ഒരു അന്തഃകരണത്തിൻ്റെ നിയമനം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ്. അങ്ങനെ ആര് സ്വന്തം മനസ്സിനെയും ബുദ്ധിയെയും സ്വാധീനമാക്കിയിട്ടുണ്ടോ അയാളാണ് ജിതാത്മാ. ജിതാത്മാവിന്, ജിതാത്മനഃ. രണ്ടാമത് പറയാണ് പ്രശാന്തസ്യ, പ്രശാന്തന്.
പ്രശാന്തൻ, പ്രകർഷേണ നല്ലപോലെ ശമിച്ച ഇന്ദ്രിയ മനോബുദ്ധികളോട് കൂടിയവൻ. ഒന്ന് തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു, സ്വാധീനമാക്കിയിരിക്കുന്നു. രണ്ടാമത്തത് പ്രശാന്തമായിരിക്കുന്നു, ശമിച്ചിരിക്കുന്നു, തണുത്തിരിക്കുന്നു. പലതിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലെല്ലാം നിലച്ച് തൻ്റെ ഉപാധികൾ ശമിച്ചിരിക്കുന്നു. അങ്ങനെ തീർത്തും ശമിച്ച മനോബുദ്ധികളോട് കൂടിയവൻ, ഇന്ദ്രിയങ്ങളോട് കൂടിയവൻ പ്രശാന്തൻ. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ. പരമാത്മാവ്, പരമമായ സത്യം സമാഹിതമാണ്, ചേർന്നതാണ്, സമ്യക് ആഹിതമാണ്. സാധകനും ജ്ഞാനസിദ്ധനായിട്ടില്ല, ഉപാസനയുടെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ സാധനാദശയിലുള്ള ആൾക്കും ചില സന്ദർഭങ്ങളിൽ ചില സൂക്ഷ്മമായ അനുഭവ വിശേഷങ്ങൾ, പ്രശാന്തഭാവം ഒക്കെ അനുഭവപ്പെടാം. വളരെ ശാന്തമാണ്, എൻ്റെ മനസ്സിൽ യാതൊരോളങ്ങളുമില്ല എന്ന വിധത്തിൽ പ്രശാന്തതയുടെ അനുഭവങ്ങൾ സാധനാദശയിലും ഉണ്ടാവാം. ശ്രദ്ധിക്കുക, ജ്ഞാനസിദ്ധന് അത് സഹജമാണ്. ഇവിടെ സാധകന് സഹജമല്ല എങ്കിൽ തന്നെയും ചില പ്രശാന്തതയുടെ അനുഭവങ്ങൾ ഉണ്ടാവാം. എൻ്റെ മനസ്സ് പലതിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടുന്നില്ല, എന്നിൽ തന്നെ ശാന്തമായിരിക്കുന്നു, അതിൻ്റെതായ സുഖാനുഭവം എനിക്കുണ്ട് തുടങ്ങിയ അനുഭവ വിശേഷങ്ങൾ സാധകനും ഉണ്ടാവാം. അതുകൊണ്ട് ഭഗവാൻ വളരെ സ്പഷ്ടമായി പറയുകയാണ്, ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഹോ. ശീതോഷ്ണ സുഖദുഃഖങ്ങളിൽ, തഥാ അതുപോലെ മാനാപമാനങ്ങളിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധ ദ്വന്ദ്വങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ശീതമുണ്ടെങ്കിൽ ഉഷ്ണം, ഉഷ്ണമുണ്ടെങ്കിൽ ശീതം. ജീവിതത്തിൽ സുഖമുണ്ടെങ്കിൽ ദുഃഖം, ദുഃഖമുണ്ടെങ്കിൽ സുഖം. മാനം, അപമാനം. ലോകത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും നമ്മളെ പൂജിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമ്മളെ പരിഭവം പറയുന്നുണ്ടാവും. പൂജ ഉണ്ടെങ്കിൽ പരിഭവം ഉണ്ടാവും, പരിഭവം ഉണ്ടെങ്കിൽ പൂജ ഉണ്ടാവും. ലോകത്തിൽ ആരെങ്കിലും നമ്മളെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാവും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പലപ്പോഴും ഈ ദ്വന്ദ്വങ്ങളെ അതുപോലെ ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കാറില്ല. ആരെങ്കിലും നമ്മളെ പൂജിച്ചാൽ സന്തോഷമായി, ചിലപ്പോൾ പുറത്ത് സന്തോഷം കാണിക്കാതിരിക്കാൻ പെടാപ്പാട് പെടും, എന്നാൽ ഉള്ളിനുള്ളിലൊരു സന്തോഷം ഉണ്ടാവും. ഒരാൾ പരിഭവം പറഞ്ഞാലോ വിഷമായി. ഒരേ അക്ഷരങ്ങൾ ചേർത്ത് നമ്മൾ തെറിവാക്കെന്ന് പറയുന്ന ഒന്ന് നമ്മളോടൊരാൾ പറഞ്ഞാൽ നമുക്ക് വിഷമായി. അവനെ തെറി വിളിച്ചു സ്വാമി. ആര്? അവൻ തന്നെ. ആർക്കാ കുഴപ്പം? കേട്ട നിനക്കോ പറഞ്ഞ അവനോ? എന്താ അഭിപ്രായം? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇപ്പം ഇവിടത്തേക്ക് ഒരു ദുർഗന്ധം ഇങ്ങനെ കാറ്റിന് വരുന്നുണ്ടെങ്കിൽ ഇവിടെയല്ലല്ലോ ദുർഗന്ധമുള്ള വസ്തു ഉള്ളത്. ആ കാറ്റിൻ്റെ പ്രഭാവം എവിടെ? അവിടെയല്ലേ, ഇവിടെയല്ലല്ലോ. എന്ന് മാത്രമല്ല, കാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാറ്റ് കൊണ്ടുപോവുകയും ചെയ്യും, അത് ഉറപ്പല്ലേ. പക്ഷെ നമുക്കിതൊന്നും ഓർക്കാൻ ഇടവേള പോലും ലഭിക്കാറില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ആകെ പ്രശ്നമായി, സംഘർഷമായി, സമ്മർദ്ദം കൂടി. ഇതിനേക്കാൾ ഏറ്റവും വലിയ തമാശ, ഞാനല്ലാത്തൊരു പേര് എന്നെ വിളിച്ചാൽ പ്രശ്നമായി ഇല്ലേ. ഞാനിപ്പോൾ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക, ഞാൻ മനുഷ്യനാണ്. അപ്പോൾ ഒരാൾ എന്നെ പട്ടിന്നോ മറ്റോ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ദേഷ്യമായി. എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? എനിക്ക് ഉറപ്പില്ലേ ഞാൻ പട്ടിയല്ലെന്ന്, ഞാൻ മനുഷ്യനാണെന്ന് ഉറപ്പില്ലേ? ഇല്ല. അഥവാ അതുകൊണ്ട് നമുക്കൊരിളക്കം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സംശയം നമുക്കുണ്ട് എന്നല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം? അല്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കറിയാം എൻ്റെ അച്ഛൻ മനുഷ്യനാണ്, ഉറപ്പാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പട്ടിയുടെ മകനെ എന്ന് വിളിച്ചാൽ എനിക്കെന്താ വേവലാതി? കാരണം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം മനുഷ്യനാണ്. ഈ പാവം വിവരമില്ലാണ്ട് പറയണതാണ്. ഒരു നിമിഷം ചിന്തിക്കുക. നമുക്കൊരാളെ വളരെ അടുത്ത് പരിചയം ഉണ്ടായിരുന്നു. ഇദ്ദേഹം
വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഒരു 50-ലധികം വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണിത്. ഇയാൾ ഗ്രാമത്തിൽ പലർക്കും കാലണ കൊടുത്തു വയ്ക്കും ആൾക്കാർക്ക്. എന്തിനാന്ന് ചോദിച്ചാൽ 4 ആൾ കൂടുന്ന അങ്ങാടിയിൽ വെച്ചിട്ട് ഇയാളെ അവർ കമ്മളയെന്ന് വിളിക്കണം, അതിനാണ്. അപ്പോൾ കമ്മളെ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നായർ തുടങ്ങിയ സമുദായത്തിലുള്ളവരെ ഞങ്ങളെക്കാൾ താഴുന്നത് എന്ന് അവർ കൽപ്പിച്ചിരുന്നവർ വിളിച്ചിരുന്ന പേരാണ്. അപ്പോൾ ഈ കക്ഷിയെ ഇയാളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവർ അങ്ങനെ വിളിക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? കാലണ കൊടുത്തിട്ട് വിളിപ്പിക്കുക. 4 ആൾ കൂടുന്നിടുന്ന് കമ്മളയെന്ന് വിളിക്കുക. കേൾക്കുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം. ഇതാണ് മനുഷ്യ സ്വഭാവം. ഒരാളെൻ്റെ അടുത്ത് വന്നു. ഇതൊന്നും അസത്യമോ കഥയോ അതിശയോക്തിയോ ന്യൂനോക്തിയോ അല്ല. സ്വാമി, കോഴിക്കോട് വെച്ചിട്ട് പ്രഭാഷണ പരമ്പര നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അവിടെ വെച്ച് സ്വാമി എനിക്കൊരു അവാർഡ് തരണം. അതിനുള്ള എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം. പ്രഭാഷണ പരമ്പരയുടെ മുഴുവൻ ചിലവും ഞാൻ വഹിച്ചോളാം. ഒരു അവാർഡ്, വേറൊന്നും വേണ്ട. സ്വാമിയെ എൻ്റെ കൈകൊണ്ടൊരു അവാർഡ്, ഒരു കാലി കവർ തന്നാൽ മതി, വേറൊന്നും വേണ്ട. വേറെ അതിൻ്റെ ഉള്ളിലൊന്നും ഇടണ്ട. ആരാപ്പം പരിശോധിക്കാൻ പോണത് ഇതിൻ്റെ ഉള്ളിൽ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ എന്ന്. മാത്രമല്ല ഒരു ഓഫറും, ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് എന്ത് ചിലവുണ്ടോ അക്കൊല്ലം അത് അദ്ദേഹം വഹിക്കാം. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. രണ്ടാമത് പറഞ്ഞത് ചെയ്തോളൂ, ആദ്യം പറഞ്ഞാൽ നടപ്പില്ല. ഇത് കഥയാണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലെ മിക്കവാറും അവാർഡുകളുടെയൊക്കെ സ്ഥിതി. അതിൻ്റെ സമയമൊക്കെ അദ്ദേഹം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രഭാഷണം കഴിഞ്ഞ് സംശയ നിവാരണത്തിന് ഇടയ്ക്കുള്ള സമയത്താണ് വേണ്ടത്. ആൾ കൂടുന്ന സമയം എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഉദ്ദേശ്യം പരദൂഷണമല്ല, മറിച്ച് മനുഷ്യ മനസ്സ് എത്രമാത്രം പ്രശംസയെയും സ്തുതിയെയും മറ്റുള്ളവരുടെ പ്രശംസയെയും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. 4 ആൾ പ്രശംസിച്ചാൽ ഞാൻ കേമനാവുമോ? 4 ആൾ സ്തുതിച്ചാൽ ഞാൻ വലിയ ആളാവുമോ? 4 ആൾ നിന്ദിച്ചാൽ ഞാൻ എന്തേ മോശമാവുമോ? ഒരിക്കലുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ളവൻ, അതായത് ഈ ജീവിതം, ഈ ലോകം ദ്വന്ദ്വാത്മകമാണെന്നും ആ ദ്വന്ദ്വങ്ങളൊന്നും പാരമാർത്ഥികമായി തൻ്റെ സ്വരൂപത്തെ ബാധിക്കുന്നില്ല എന്നും മനസ്സിലാക്കിയിട്ടുള്ളവൻ ശീതോഷ്ണ സുഖദുഃഖേഷു, ശീതം ഉഷ്ണം സുഖം ദുഃഖം, മാനം അപമാനം, പൂജാ പരിഭവം, സ്തുതി നിന്ദ എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു ദ്വന്ദ്വദശയിലും സമമായിരിക്കും, പ്രശാന്തനായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാണ് പരമാത്മാ സമാഹിത എന്ന് പറഞ്ഞു. അല്ലാതെ അനുകൂല സാഹചര്യത്തിൽ ശാന്തനായിരിക്കാൻ എല്ലാവർക്കും കഴിയും ഇല്ലേ? അനുകൂല സാഹചര്യത്തിൽ ശാന്തനായിരിക്കാൻ എല്ലാവർക്കും കഴിയും. ആ ശാന്തത പ്രതികൂലതകളിലുണ്ടോ? ചിലപ്പോൾ പ്രതികൂലതകളിൽ ശാന്തനായിരിക്കാൻ പലർക്കും കഴിയും, വേറെ വഴിയില്ലാത്തത് കൊണ്ട്. പക്ഷെ അനുകൂലത വരുമ്പോൾ അശാന്തരാകും. ഇത് രണ്ടും സംഭവിക്കാം. അവിടെയാണ് ഭഗവാൻ പറയുന്നത് ശീതോഷ്ണ സുഖ ദുഃഖേഷു ദ്വന്ദ്വാനുഭവേഷു, ദ്വന്ദ്വാനുഭവങ്ങളിൽ, തഥാ അതുപോലെ തന്നെ മാനാപമാനയോഹോ, മാനാപമാനങ്ങളിൽ പരമാത്മാ സമാഹിത, പരമാത്മാ സമാഹിതമായിരിക്കും. അല്ലാതെ അനുകൂലാവസ്ഥയിലുള്ള സമാഹിതത്വമല്ല ഈ പറഞ്ഞത്, പ്രതികൂലാവസ്ഥയിലുള്ള സമാഹിതത്വവുമല്ല. മറിച്ച് അനുകൂല പ്രതികൂലതകളില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ ദശകളിലും സമാഹിതനായിട്ട്, അതാണ് ശരിയായ സുഖി. നമ്മളൊക്കെ ഇച്ഛിക്കുന്ന സുഖത്തിൻ്റെ പരമാവധിയാണത്. ശ്രദ്ധിക്കുക, ഒരു ദ്വന്ദ്വത്താലും ബാധിക്കപ്പെടാത്ത അവസ്ഥ. അധ്യാത്മശാസ്ത്രം പ്രസംഗിക്കാനും പറയാനും വളരെ എളുപ്പമാണ്. മൈക്രോഫോൺ മുന്നിലുണ്ട്, കേൾക്കാൻ കുറേ പേര് ഇരിക്കുന്നു, എന്തും പറയാം. എന്നാൽ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിചാരത്തിലൂടെ, സാധനയിലൂടെ നേടേണ്ടതാണ്
എന്ന അവബോധമാണ് നമ്മൾ വളർത്തേണ്ടത്. ശ്രദ്ധിക്കുക. നോക്കൂ, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. അങ്ങനെയുള്ള ആരാ? അയാൾ യുക്തനാണ്, സമാഹിതനാണ്, യോഗാരൂഢനാണ്. ആര്? നോക്കൂ, ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ, ജ്ഞാനവിജ്ഞാനങ്ങളാൽ തൃപ്തമായ ആത്മാവോടൊത്തവൻ. ഇവിടെ രണ്ട് ശബ്ദങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ജ്ഞാനം, ഒന്ന് വിജ്ഞാനം. സാമാന്യമായി സംസ്കൃത ഭാഷയിൽ ആത്മാ തുടങ്ങിയ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ളത് ജ്ഞാനവും വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിശേഷമായ അറിവ് വിജ്ഞാനവുമാണ് സാമാന്യ സംസ്കൃതത്തിൽ. എന്നാൽ വേദാന്തത്തിൽ അങ്ങനെ അല്ല. അല്ലെന്ന് മാത്രമല്ല, തീർത്തും ഭിന്നമാണ്. വേദാന്തശാസ്ത്രത്തിൽ ജ്ഞാനം എന്ന് നമ്മൾ പറയുമ്പോൾ ഗുരു ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആത്മസംബന്ധിയായ അറിവ്, അതാണ് ജ്ഞാനം. അതുതന്നെ എല്ലാവിധ സംശയങ്ങളും നീങ്ങി സ്വന്തം സ്വരൂപബോധമായി, സാക്ഷാത്കാരമായി, സംശയരഹിതമായ അവസ്ഥയെ പ്രാപിച്ചാൽ അത് വിജ്ഞാനം. വിജ്ഞാനത്തിനാണ് വേദാന്തശാസ്ത്രത്തിൽ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. സാക്ഷാത്കാരം, വിജ്ഞാനം ഇതിനൊക്കെ സമാനാർത്ഥമാണ്. ജ്ഞാനം വിജ്ഞാന സഹിതം, ജ്ഞാനം സവിജ്ഞാനം എന്നൊക്കെ ഭഗവാൻ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും വേർതിരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഗുരുനാഥനിൽ നിന്ന് ശാസ്ത്രം ശ്രവിക്കുന്നു. അവിടെ ഗുരുവാക്യം, ശാസ്ത്രവാക്യം എന്നിങ്ങനെയുണ്ട്. ഗുരുവാക്യം, ശാസ്ത്രവാക്യം. ഈ ഗുരുവാക്യത്തെ, ശാസ്ത്രവാക്യത്തെ ശ്രവിക്കുന്ന തൻ്റെ അവബോധം. അപ്പം ആരംഭത്തിൽ മൂന്നുണ്ട്. ഒന്ന് ഗുരുവാക്യം, രണ്ട് ശാസ്ത്രവാക്യം, മൂന്ന് തൻ്റെ അവബോധം. എന്നാൽ ശ്രവണ മനനങ്ങൾ നല്ലതുപോലെ തുടർന്നു സംശയരഹിതമായ ഒരു ബോധം വന്നു ചേർന്നു. ഏത് വിഷയത്തിൽ? ഗുരുനാഥൻ പറയുന്നത് ശാസ്ത്രമാണെന്നും ശാസ്ത്രമാണ് ഗുരുനാഥൻ പറയുന്നതെന്നും, ശാസ്ത്രമാണ് ഗുരുനാഥൻ പറയുന്നത്, ഗുരുനാഥൻ എന്തു പറയുന്നോ അത് ശാസ്ത്രമാണ്. അവിടെ ഗുരു ശാസ്ത്രം എന്നുള്ള വ്യത്യാസം പോയി, ഒന്നായി. പക്ഷേ ഇപ്പോഴും എൻ്റെ ജ്ഞാനം എന്നുള്ളത് അതിനെ മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനമാണ്. അപ്പം മൂന്നുള്ളത് ഇപ്പോൾ രണ്ടായി. ഇവിടെയാണ് ശ്രവണ മനനങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഈ ശ്രവണ മനനങ്ങളിലൂടെ നിധിധ്യാസത്തിലെത്തുമ്പോൾ, നിധിധ്യാസം എന്ന് പറയുമ്പോൾ കാറ്റില്ലാത്തിടത്ത ദീപം പോലുള്ള അന്തഃകരണത്തിൻ്റെ സ്ഥിതിയിൽ ഏകതത്വത്തിൽ ഉറച്ച സമയത്ത് ഒന്ന് മനസ്സിലായി, സംശയരഹിതമായി എല്ലാ സങ്കല്പ വികല്പങ്ങൾക്കും അപ്പുറത്ത് ഗുരുപദിഷ്ടമായ ജ്ഞാനം തൻ്റേതായി. ഇവിടെ ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വന്തം പ്രത്യയം എന്ന മൂന്ന് പോയി. ഇതിനാണ് വേദാന്തശാസ്ത്രത്തിൽ വിജ്ഞാനം അഥവാ സാക്ഷാത്കാരം അഥവാ അനുഭവം എന്നൊക്കെ പറയുക. ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ
കേനോപനിഷത്തിൻ്റെ വാക്യഭാഷ്യത്തിൽ സ്പഷ്ടമാക്കുന്നുണ്ട്. പ്രത്യയത്രയ ഏകത്ര സംഗതി എന്ന്. 3 പ്രത്യയങ്ങളും, അതായത് ഗുരുവാക്യം, ശാസ്ത്രവാക്യം, സ്വന്തം പ്രതീതി എന്ന 3ഉം ഒന്നായി സംഗതമാകുന്നതാണ് വിജ്ഞാനം അഥവാ സാക്ഷാത്കാരം അഥവാ അനുഭവം എന്ന്. ഇങ്ങനെ ജ്ഞാനത്താലും വിജ്ഞാനത്താലും തൃപ്തമായ അന്ധഃകരണത്തോടൊത്തവൻ, അവൻ്റെ തൃപ്തിയെ ഇല്ലാതാക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. കാരണം അവൻ തന്നാൽ തൃപ്തനാണ്. ഏതെങ്കിലും ബാഹ്യവസ്തുവിൻ്റെ സഹായത്തോടു കൂടി തൃപ്തി അനുഭവിക്കുന്നവൻ ആ ബാഹ്യവസ്തുവിൻ്റെ അഭാവത്തിൽ തൃപ്തനല്ല, അതൃപ്തനാവും. മറ്റെല്ലാം തന്നോട് വേർപിരിയാം. പത്നി വേർപിരിയാം, പതി വേർപിരിയാം, മക്കൾ വേർപിരിയാം, അച്ഛൻ വേർപിരിയാം, അമ്മ വേർപിരിയാം, മിത്രം വേർപിരിയാം, ശത്രു വേർപിരിയാം, എല്ലാം വേർപിരിയാം. ഉപാസ്യ ദേവൻ വേർപിരിയാം. ചിലർക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചോളണം എന്നില്ല. പക്ഷേ ഒരു സംശയവും ഇല്ല, ഉപാസ്യ ദേവനും വേർപിരിയാം. പക്ഷെ തന്നോട് വേർപിരിയാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതാരാ? താൻ തന്നോട് വേർപിരിയില്ല. താനല്ലാത്തതൊക്കെ പിരിയാം. അപ്പോൾ തന്നാലുള്ള തൃപ്തി ഒരിക്കലും നഷ്ടമാവില്ല. കാരണം അത് ഇതര വസ്തുക്കളെ അപേക്ഷിച്ചുള്ളതല്ല. അതാണ് ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. ജ്ഞാനവിജ്ഞാനങ്ങളാൽ തൃപ്തമായ ആത്മാവോടൊത്തവൻ, അന്തഃകരണത്തോടൊത്തവൻ. അവിടെ വിജ്ഞാനം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജ്ഞാനവിജ്ഞാനങ്ങളുടെ വ്യത്യാസം പറഞ്ഞത് ഓർമ്മിക്കുക. കൂടസ്ഥൻ. കൂടസ്ഥ ശബ്ദത്തിന് അനേകം അർത്ഥം പറയാം, അനേകം പ്രകാരം പറയാം. ഈശ്വരൻ്റെ, പരമാത്മാവിൻ്റെ പര്യായമായിട്ടെടുക്കാം, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവമായിട്ടെടുക്കാം. ഇനി ആ സ്വഭാവം മനസ്സിലാക്കി ഒരിളക്കവുമില്ലാത്തവനെ കൂടസ്ഥനെന്ന് പറയാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, കൂടവത് തിഷ്ഠതീതി ഒരർത്ഥം, അങ്ങനെ ഒരു വിഗ്രഹം എടുക്കാം. അഥവാ കൂടേ തിഷ്ഠതീതി, 2 രീതിയിൽ കൂടസ്ഥ ശബ്ദത്തിന് അർത്ഥം പറയാം. കൂട്ടം എന്ന് പറഞ്ഞാൽ കൂട്ടം, കാപട്യം, നുണ, മായ, അവിദ്യ എന്നൊക്കെ അർത്ഥം. അപ്പം കൂടേ തിഷ്ഠതി എന്ന് പറഞ്ഞാൽ മായയിൽ നിലകൊള്ളുന്നവൻ, മായോപാധികൻ, ഈശ്വരൻ. അവിദ്യോപാധിയിൽ, മായോപാധിയിൽ വർത്തിക്കുന്നവൻ ഈശ്വരൻ. ഇനി കൂടവത് തിഷ്ഠതി, അങ്ങനെയും പറയാം, കൂടത്തെ പോലിരിക്കുന്നത്. അവിടെ കൂടം എന്ന് പറഞ്ഞാൽ കൊല്ലൻ്റെ അലയിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് അടിച്ചു പരത്തി പല ആകൃതികളിലാക്കുന്നു. അതുകൊണ്ട് പല ഉപകരണ വിശേഷങ്ങൾ ഉണ്ടാക്കുന്നു, പല ആകൃതി വിശേഷങ്ങളിലേക്ക് ഒറ്റ ഇരുമ്പിനെ മാറ്റുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കൂടത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അവിടെ വലിയൊരു ഫലകമാണത്, ഉരുക്കിൻ്റെ. ഉരുക്ക് കൊണ്ടാക്കിയ വലിയൊരു ഫലകം, ആ ഫലകത്തിനുള്ളിൽ പുറത്ത് വെച്ചിട്ടാണ് ഈ ചൂടാക്കിയ ലോഹത്തെ അടിച്ച് പരത്തുന്നതും ഉരുട്ടുന്നതും നീട്ടുന്നതും ഒക്കെ. ഈ ലോഹം നീണ്ടാലും പരന്നാലും ഉരുണ്ടാലും അടിയിൽ വെച്ച കൂടത്തിനൊരു മാറ്റവും ഇല്ല. ഇതുപോലെ ഈ പ്രപഞ്ച വികാരങ്ങൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, എന്ത് തന്നെ നടന്നാലും യാതൊരു മാറ്റവുമില്ലാതെ പരിവർത്തനരഹിതമായി അതിൻ്റെ മുഴുവൻ അടിസ്ഥാനമായി നിലകൊള്ളുന്ന പാരമാർത്ഥിക സത്യത്തിനാണ് കൂടസ്ഥ എന്ന് പറയുക. ഇപ്പം പരമാത്മാ വ്യക്തമാണല്ലോ. കൂടസ്ഥ, കൂടം പോലിരിക്കുന്ന. എങ്കിൽ നമുക്ക് വേറൊരർത്ഥം കൂടി പറയാം. തൻ്റെ ചുറ്റുപാട് എന്തെല്ലാം സംഭവിച്ചാലും, മാനമാകട്ടെ അപമാനമാകട്ടെ, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, സ്തുതിയാകട്ടെ നിന്ദയാകട്ടെ, പൂജയാകട്ടെ പരിഭവമാകട്ടെ, ഏത് ദ്വന്ദ്വങ്ങൾ വന്നാലും അതിനാലൊന്നും ബാധിക്കപ്പെടാതിരിക്കുന്നവൻ കൂടസ്ഥ. അപ്രകമ്പ്യ,
ഒരു തരത്തിലും പ്രകമ്പനം വരാത്തവനെന്ന് ഭാഷ്യകാരൻ പറയും. എന്ത് സംഭവിച്ചാലും അങ്ങനെയാ സന്തോഷം, ഇത്രയേ ഉള്ളൂ. അവനെ പിടിച്ച് കുലുക്കാൻ ഈശ്വരനും കഴിയില്ല, അവൻ കുലുങ്ങില്ല. കാരണം അവനറിയാം ഈ ദ്വന്ദ്വങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല തൻ്റെ സ്വരൂപമെന്ന്. കൂടസ്ഥ. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടെ പറയുന്ന അർത്ഥം അപ്രകമ്പ്യ എന്നാണ്. ആരെ പ്രകമ്പനം ചെയ്യിക്കാൻ പറ്റില്ലയോ അവൻ, ആരെ കുലുക്കാൻ പറ്റില്ലയോ അവൻ. കുലുക്കുന്നവൻ കുലുങ്ങല്ലാണ്ട് അവൻ കുലുങ്ങില്ല. നമ്മൾ വലിയ മരങ്ങളെ കുട്ടികളാവുമ്പം പിടിച്ച് കുലുക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും മരം കുലുങ്ങിയെന്ന്. സത്യത്തിൽ കുലുങ്ങുന്നതാരാ? നമ്മളാ. എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നറിയില്ല. ചെറിയ കൊച്ചു കുട്ടികളാവുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. വലിയ ചീനി മരം, വലിയ ആൽമരമൊക്കെ പിടിച്ചിട്ട് കുലുക്കുക. കൊമ്പിൻ്റെ മുകളാണെങ്കിൽ തിരക്കിടില്ല, അത് കുലുങ്ങും. അതല്ല, തൈത്തടിയിലാണ് കുലുക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ചെറുതായി കുലുക്കുന്നുണ്ടെന്ന്. അതെങ്ങനെയാ? നമ്മൾ കുലുങ്ങുന്നത് ഈ തടിയിൽ തട്ടി കയ്യിലൂടെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുക നമ്മൾ കുലുങ്ങുന്നുണ്ടെന്ന്. അവനെ ഇളക്കാൻ സാധ്യമല്ല. അപ്രകമ്പ്യ. അങ്ങനെ കൂടസ്ഥനായിരിക്കുന്നവൻ. വിജിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചവൻ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് വേണ്ട എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവൻ. ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷനാണ് മനസ്സെന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന് പറയുമ്പോൾ മനസ്സിനെയും ചേർക്കണം. ദാന്തോ ശാന്ത എന്നൊക്കെ ഉപനിഷത്തിൽ പറയും. ഇങ്ങനെയുള്ള ആള് എങ്ങനെയുള്ള ആള്? വിജ്ഞാന തൃപ്താത്മാ 1, കൂടസ്ഥ 2, വിജിതേന്ദ്രിയ 3, 4 സമലോഷ്ടാശ്മകാഞ്ചന. സമലോഷ്ടാശ്മകാഞ്ചന. ലോഷ്ടം എന്ന് പറഞ്ഞാൽ മൺകട്ട, മണ്ണിൻ്റെ കട്ട. അശ്മൻ എന്ന് പറഞ്ഞാൽ കല്ല്. കാഞ്ചന എന്ന് പറഞ്ഞാൽ സ്വർണം. മൺകട്ട, കല്ല്, സ്വർണം എന്നിവയിൽ സമദൃഷ്ടിയുള്ളവൻ. ഇവിടെ അർത്ഥം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിവയെ സമമായി കാണുന്നവെന്ന് പറയരുത്. എന്നിവയെ സമമായി കാണുന്നുണ്ടെങ്കിൽ ഉടനെ അവനെ കണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. സ്വാമി, എന്താ സ്വർണം നോക്കുമ്പോൾ മണ്ണായിട്ടാണ് കാണുന്നത്, മണ്ണ് നോക്കുമ്പോൾ സ്വർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ കണ്ണിന് എന്തോ വലിയ രോഗം, അഥവാ കണ്ണിന് രോഗമില്ലെങ്കിൽ മസ്തിഷ്കത്തിന് എന്തോ വലിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം കണ്ണ് ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് മതി മസ്തിഷ്കം കൊണ്ടുപോയി കാണിക്കുക. കണ്ണിനൊരു കുഴപ്പമില്ല എന്ന് അയാൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ നല്ലൊരു ന്യൂറോളജിൻ്റെ അടുത്ത് പോവാം. അതല്ല തത്വജ്ഞാനം. ഇത് വലിയ പ്രശ്നമാണ്. അനധികാരികൾ വേദാന്തശാസ്ത്രം, തനി ഒരു മലയാളം വാക്ക് ഉപയോഗിക്കട്ടെ, കൈകാര്യം ചെയ്തിട്ട് ആകെ അബദ്ധാക്കിയിട്ടുണ്ട്. വിജ്ഞാനികൾ എല്ലാത്തിനെയും ഒരുപോലെയാണ് കാണുക എന്നൊക്കെ പറയും. എല്ലാത്തിനെയും വിജ്ഞാനികൾ ഒരുപോലെയാണ് കാണുക. വിജ്ഞാനികൾ ഒരുപോലെ കണ്ടാൽ അതിന് വിജ്ഞാന മഹിമയല്ല, അത് നേത്രരോഗ മഹിമയാണ്. എന്നിട്ട് അതിനേക്കാൾ നേരം പോക്കുണ്ട്. പലയിടങ്ങളിലും ആധ്യാത്മിക പ്രഭാഷകർ ചിലർ, എല്ലാവരെയും പറയുന്നില്ല, ഭഗവത്ഗീത അടക്കം ഉദ്ധരിച്ച് പറയാറുണ്ട്. സമദൃഷ്ടിയാണ് വിജ്ഞാനി എന്ന് കാണിക്കാൻ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്യുന്നവനിലും വിദ്വാൻ സമദർശിയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടെ ഓരോ പദത്തിലും ഉപയോഗിച്ചത് സപ്തമി വിഭക്തിയാണ്. ആ സപ്തമി വിഭക്തിയെ പരിഗണിക്കാതെ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും പട്ടിയെ പാകം ചെയ്യുന്നവനെയും ഒരുപോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ സപ്തമി? അർത്ഥം മനസ്സിലാക്കുക. അപ്പം ഇവിടെ മൺകട്ട, കല്ല്, സ്വർണം എന്നിവയെ സമമായി കാണുകയല്ല.
അങ്ങനെയാണെങ്കിൽ അത് കാഴ്ചയുടെ വൈകല്യമാണ്. മറിച്ച് മൺകട്ടയിലും കല്ലിലും സ്വർണത്തിലും ഉണ്മ ഒന്നാണ്. മൺകട്ടയുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട്, സ്വർണമുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട്. ഏതൊരു ഉണ്മയാലാണ് ഇവ മൂന്നും നിലനിൽക്കുന്നത്? ഏതാണ് ഇവയ്ക്ക് ഉണ്മയെ നൽകുന്നത്? ആ ഉണ്മ ഏകമാണെന്നറിയുന്നു. അപ്പോൾ മൺകട്ടയിലും കല്ലിലും സ്വർണത്തിലും സത്യമേകമാണെന്നറിയുന്നു. അല്ലാതെ ഇവയെ ഏകമാണെന്ന് മനസ്സിലാക്കുന്നില്ല. നോക്കൂ, വ്യവഹാരം കൊണ്ടല്ലേ ഇവ ഭേദപ്പെട്ടിരിക്കുന്നത്. പരമാർത്ഥത്തിൽ ഭേദമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരാൾ പറയും ഒരു മൺകട്ട, അതിൻ്റെ തൂക്കം, അതിൻ്റെ വലുപ്പം സ്വർണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പ്യ ഇപ്പോൾ തരപ്പെടും. അതാണല്ലോ ഇപ്പോൾ മുഖ്യ പ്രശ്നം ഇല്ലേ? അതിപ്പോൾ മായ്ച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഒരു മാങ്കൂട്ടം വന്നു, അതുകൊണ്ട് മറ്റേ പോയി. ഇനി ഇതൊരാഴ്ച 3 ദിവസം എന്തായാലും ഇതുണ്ടാവും. അപ്പോഴത്തേക്ക് പുതിയൊരു വിഷയം വരും, അപ്പോൾ ഇതും പോവും. വ്യവഹാരത്തിൻ്റെ അപേക്ഷയിൽ മാത്രമാണ്. അല്ലാതെ സ്വർണത്തിന് എന്താണ് മൂല്യം? ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം പ്രത്യേകമായി വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക പരിജ്ഞാനം നാം നേടുന്നതിന് മുമ്പ് എന്തായിരുന്നു അലുമിനിയത്തിൻ്റെ വില? 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രാൻസിൽ പ്രഭുക്കന്മാർക്കെല്ലാം സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം വിളമ്പിയിട്ട് ചക്രവർത്തി സ്വയം അലുമിനിയ പാത്രത്തിലായിരുന്നു കഴിക്കുക. കാരണം സ്വർണത്തേക്കാൾ എത്രയോ വിലയേറിയ വസ്തുവാണ് അലുമിനിയം ആയിരുന്നു. സ്വർണത്തേക്കാൾ എത്ര വിലയേറിയ വസ്തുവായിരുന്നു അലുമിനിയം. ഇപ്പോഴോ? ആയിരുന്നെങ്കിൽ നമ്മളിന്ന് പൊന്നുമോനെ എന്ന് ആരെങ്കിലും വിളിക്കുമോ? അലുമിനിയം മോനെ എന്നല്ലേ വിളിക്കുള്ളൂ. അല്ല, അറിയില്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അപ്പോൾ അലുമിനിയം മോനെ, അലുമിനിയം മോളെ എന്നൊക്കെ വിളിക്കുക. കാലം മാറി. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം എളുപ്പത്തിൽ വേർതിരിക്കാൻ മനുഷ്യൻ പഠിച്ചു, അതോടെ വില കുറഞ്ഞു. ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില ഒരു 4-1 അടുത്തതായിട്ട് ഈ ആഭരണഭ്രമം പോയാലോ വട്ടപ്പൂജ്യമാവും. ആഭരണഭ്രമമൊന്നും പോകണ്ട, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് പോയാൽ മതി. എന്നാൽ തന്നെ ഇപ്പോൾ 1,00,000 രൂപ ഉള്ളത് ഒരു 10,000 രൂപയ്ക്കായി കുറയും. ഈ ഭാരതീയരുടെയും ആഫ്രിക്കക്കാരുടെയും ഒക്കെ ആഭരണഭ്രമം തീർന്നാൽ വട്ടപ്പൂജ്യമാവും. ഒരു സംശയമില്ല. എന്ത് വിശേഷം അപ്പോൾ സ്വർണത്തിനുള്ള ഭ്രമം അല്ലാണ്ടെന്താ? ഇപ്പോൾ ഭ്രമല്ല കേട്ടോ, ഇപ്പം അത്യാവശ്യമാണ്. ഇപ്പം അത്യാവശ്യമുള്ള വസ്തുവാണ്. ഇപ്പോൾ മൂല്യമുള്ളത് കൊണ്ട്. ആ വ്യവഹാരത്തിലുള്ള മൂല്യമല്ലാതെ എന്താ ഉള്ളത്? നമ്മൾ മുമ്പൊരു ആർട്ടിക്കിൾ വായിച്ചത് ഓർമ്മിക്കുകയാണ്. സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഭരണാധികാരിയെ പുത്രൻ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷം കറൻസി പുതിയത് വിതരണം ചെയ്തു. പഴയ കറൻസി തിരിച്ചെടുത്തിട്ടില്ല. നമ്മളിവിടെ 500 രൂപയുടെയും 2000 രൂപയുടെയൊക്കെ 1000 രൂപയുടെ നോട്ടുകൾ നമ്മൾ മൂല്യരഹിതമായി പ്രഖ്യാപിച്ചപ്പോൾ റിസർവ് ബാങ്ക് തിരിച്ചെടുത്തു നോട്ടുകൾ. അന്നങ്ങനെ ചെയ്തില്ല. അവിടെ തലേന്ന് വരെ അത് വലിയ സമ്പത്തായി മാനിച്ചവർ പിറ്റേന്ന് മുതൽ സിഗരറ്റ് കത്തിക്കാനും ഒക്കെ ഇതാണത്രേ, ചുരുട്ടിയിട്ട് കത്തിക്കുക. എന്തുകൊണ്ട്? റിയാലും ഉണ്ട്. കാരണം എന്താ? അത് റിയാലല്ല, അത് വെറും കടലാസാണ്. ഇന്നലെ വരെ എന്തായിരുന്നു? റിയാലായിരുന്നു. ഇന്ന് കടലാസ്. അത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണം നടക്കുകയാണ്, അമേരിക്കയിലാണ്. അപ്പോൾ ആദ്യം പലർക്കും മനസ്സിലായില്ല എന്താ ചിദാനന്ദപുരസ്വാമി പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും വിലയേറിയ വസ്തു വാഗ്ദാനമാണ്, നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയ വസ്തു ഈശ്വര വിശ്വാസമാണ്. പലർക്കും മനസ്സിലായില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഞങ്ങൾ ഇന്ത്യക്കാർക്ക്, ഭാരതീയർക്കല്ല, ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും വിലയേറിയ വസ്തു വാഗ്ദാനമാണ്, വാക്ക്. നിങ്ങൾക്ക് അമേരിക്കക്കാർക്ക് ഏറ്റവും വിലയേറിയ വസ്തു ഈശ്വര വിശ്വാസമാണ്. പോകുമ്പോൾ ആലോചിച്ചോളൂ, എന്താ ചിദാനന്ദപുരസ്വാമി അങ്ങനെ പറഞ്ഞത്? മനസ്സിലായിട്ടില്ല വെച്ചാൽ നാളെ ചോദിച്ചോളൂ. സ്വാമി ഞാൻ നാളെ വരില്ല, ഇത് മനസ്സിലാക്കണ വെച്ചാൽ വന്നോളൂ. വ്യവഹാരമാണ്, അത്രയേ ഉള്ളൂ.
വ്യവഹാരം, വെറും വ്യവഹാരം. ഈ വ്യവഹാരത്തിൻ്റെ വിശേഷമില്ലെങ്കിൽ സ്വർണം മൺകട്ട ഒരുപോലെയല്ലേ? ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. അത് രത്നക്കല്ലാണെന്ന് അറിഞ്ഞു ഒരാൾ, വേറെ ആൾ രത്നക്കല്ലാണെന്ന് അറിഞ്ഞില്ല. രത്നക്കല്ലാണെന്ന് അറിഞ്ഞ ആൾ അതിന് ചുറ്റും വട്ടം കൂടി നിന്ന് മെല്ലെ അയാൾ പോയി ഇത് കണ്ടപ്പോൾ എടുത്ത് പോക്കറ്റിലാക്കി. രത്നക്കല്ലാണെന്ന് മനസ്സിലാക്കാത്ത ആളോ അയാൾ നടന്നു പോയി. വ്യവഹാരഭേദമാണ്. അയാൾക്ക് അതിനെക്കൊണ്ട് വ്യവഹാരമില്ല, ഇയാൾക്ക് ഇതിനെക്കൊണ്ട് വ്യവഹാരമുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ഭാവത്തിലും ഏത് ആവിഷ്കൃത ഭാവത്തിലും ഏക സത്യത്തെ ദർശിക്കുന്നവൻ സമലോഷ്ടാശ്മകാഞ്ചന ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥ വിജിതേന്ദ്രിയ സമലോഷ്ടാശ്മകാഞ്ചന യോഗി. ഇങ്ങനെയെല്ലാമുള്ള യോഗി. യോഗം ആർക്ക് സിദ്ധമാണോ അവൻ യോഗി. യോഗസാധന ആരനുഷ്ഠിക്കുന്നുവോ അവൻ യോഗി. രണ്ട് നിലയ്ക്ക് അർത്ഥം പറയാം. ഒന്ന്, യോഗസിദ്ധനാണ് യോഗി, യോഗത്തെ പ്രാപിച്ചവൻ, യോഗത്തെ സാക്ഷാത്കരിച്ചവൻ, ആത്മബ്രഹ്മൈക്യമാകുന്ന പരമമായ യോഗത്തിലേക്ക് ഉയർന്നവൻ. അല്ലെങ്കിൽ ആ പദത്തിലേക്ക് ഉയരുന്നതിനായിക്കൊണ്ടുള്ള സാധനാനുഷ്ഠാനം ചെയ്യുന്നവൻ. ഇങ്ങനെയുള്ള യോഗി യുക്തനാണ്, തന്നോട് ചേർന്നവനാണ്. ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത് യോഗാരൂഢൻ ആരെന്നുള്ളതാ. അപ്പം അയാൾ യുക്തനാണെന്ന് പറഞ്ഞാൽ അയാൾ തന്നോട് ചേർന്നവനാണ്, യോഗാരൂഢനാണ്. ഇപ്പം എന്താ യോഗാരൂഢൻ്റെ ലക്ഷണം നോക്കൂ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു. പോരാ പോരാ പോരാ, അയ്യയ്യ അത് പോരാ, അത്ര പോരാ, മോശമാണ്. നേരത്തെ നന്നായി ചൊല്ലിയല്ലോ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു. ഇപ്പോൾ ചിലർ പറയണ സ്വാമി ഒന്ന് മുറിച്ച് ചൊല്ലൂ, എന്നാ ഞങ്ങൾ ചൊല്ലാം എന്നാണ്. പക്ഷെ മുറിക്കാൻ പറ്റില്ല അവിടെ, അതവിടെ പ്രശ്നം. സമസ്ത പദമാണ്, സമസ്ത പദം നടുവിൽ മുറിക്കാൻ പാടില്ല. സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു. സുഹൃത്ത്, മിത്രം, അരി, ഉദാസീനൻ, മധ്യസ്ഥൻ, ദ്വേഷ്യൻ, ബന്ധു എന്നിവരിൽ. അപ്പം എന്നിവരിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് തുടങ്ങിയവരിൽ. സുഹൃത്ത് ആരാ? സുഹൃത്ത് 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 എന്ന് പറഞ്ഞാൽ സുഹൃത്ത് തന്നെ. ഫ്രണ്ട് എന്നൊക്കെ പറയും. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മിത്രമോ? മിത്രവും ഫ്രണ്ടാ. സഖാവോ? സഖാവും ഫ്രണ്ടാ. അതെ, അതാ സംസ്കൃതത്തിൻ്റെ ഒരു സൗന്ദര്യം, സംസ്കൃതത്തിൻ്റെ ഒരു സമ്പത്ത്. എത്ര പദങ്ങളാണ് ഒരേ അർത്ഥത്തിൽ, എന്നാൽ വ്യത്യസ്ത ഭാവങ്ങളെ കാണിക്കുന്ന എത്രയെത്ര പദസമ്പത്താണ് നമുക്കുള്ള. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര സമ്പന്നന്മാരായിട്ട് അത് മനസ്സിലാക്കാതെ നമ്മൾ കഴിയുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള സങ്കടമാണ്. ഇപ്പം സുഹൃത്തെന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം വന്നിട്ടുള്ളത് ശോഭനമായ ഹൃത്തോടു കൂടിയവരെന്നാണ്. ശോഭനം ഹൃത് യസ്യ, ശോഭനമായ ഹൃത്ത്, ഹൃദയത്തോടു കൂടിയവൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും നമ്മളോട് കൂടെയുള്ളവൻ, ഒരു പ്രത്യുപകാരവും ഇച്ഛിക്കാതെ നമ്മോട് ചേർന്ന് നിൽക്കുന്നവൻ. അല്ലാണ്ട് മിത്രങ്ങൾ അങ്ങനെയല്ല. മിത്രങ്ങൾ ചേർന്ന് നിൽക്കും, പിന്നെയോ നമ്മളെന്തെങ്കിലും പ്രയാസത്തിൽപ്പെട്ടാൽ പിന്നെ മിത്രത്തെ കാണില്ല. മിത്രം പോയ വഴി ഏതാണെന്നറിയില്ല. അതെ,
സുഹൃത്ത് അതല്ല. സുഹൃത്ത് എപ്പോഴും സുഖം ദുഃഖം ഏതവസ്ഥ നമുക്ക് വന്നാലും നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ, യാതൊരു പ്രത്യുപകാരവും അപേക്ഷിക്കാതെ നമ്മോട് ചേർന്ന് ഇങ്ങോട്ട് ഉപകാരം ചെയ്യുന്നവരാണ് സുഹൃത്തുക്കൾ. സുഹൃത്തിനെ മനസ്സിലാക്കുക എളുപ്പമൊന്നുമല്ല. സാഹചര്യം വരുമ്പോഴേ സുഹൃത്താണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. എപ്പോഴും സുഹൃത്തിനെ മനസ്സിലാവില്ല. സുഹൃത്ത് വലിയ ചിരിച്ചു കാണിച്ചു എന്നൊന്നും വരില്ല. പക്ഷെ നമ്മുടെ കഷ്ടപ്പാടിൽ, നമ്മുടെ വിഷമതയിൽ നമ്മുടെ കൂടെ ഉണ്ടാവും സുഹൃത്ത്. 2 മിത്രം കൂട്ടുകാരൻ. അത്രയേ ഉള്ളൂ. കൂട്ടുകാർ ഇപ്പോൾ ഉണ്ട്, നാളെ ഉണ്ടാവുന്നൊന്നും പറയാൻ വയ്യ. അതാണ് മിത്രങ്ങൾ. അരി തന്നെ ശത്രു. അരി എന്ന് പറഞ്ഞ ശത്രു. ഈ അരിക്ക് എങ്ങനെയാണ് അരിന്ന് പേര് വന്നേ ഇല്ലേ? അതൊരു ചോദ്യമാണ്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്. ഈ അരിശി എന്നൊക്കെ പറയുന്നുണ്ട്. അരിക്ക് എങ്ങനെ അരിന്ന് പേര് വന്നു? ഇവൻ ശരിക്കും അരിയാണോ? ചിന്തിക്കേണ്ട വിഷയമാണത്. അരിയാണെങ്കിൽ അവനെ ഒഴിവാക്കണമാണ് നല്ലത്, അല്ലേ? ഈ കൂട്ടത്തിൽ പലരും അരിനെ ഒഴിവാക്കിയവരുണ്ടാവും. എന്താ അറിയില്ല. എന്തായാലും കൊള്ളാം. അരി പറഞ്ഞ ശത്രു. അരി. ഉദാസീനൻ. വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ആസീനഹ, ഉയർന്നിരിക്കുന്നവനാ ഉദാസീനഹ. എന്ന് വെച്ചാൽ രണ്ട് പക്ഷികൾ തമ്മിൽ വിരോധമുണ്ടെന്ന് വെച്ചോളൂ. ഈ പക്ഷി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താന്ന്, 2 പക്ഷത്തിലുള്ളവർ എന്നർത്ഥം, അല്ലാണ്ട് ചിറകുള്ള പക്ഷിയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ 2 പേര് തമ്മിൽ വിരോധമുണ്ട്. അപ്പോൾ ഈ 2 പേരുടെയും കൂട്ടം ചേരാതെ 2 പേരോടും സമമായ ഭാവത്തിൽ, അതിലൊന്നും ബാധിക്കപ്പെടാതെ ഉയർന്നിരിക്കുന്നവൻ. നിങ്ങൾ എന്താ വെച്ചാൽ തല്ല് കൂടിക്കോളൂ, നിങ്ങളുടെ 2 ആളോടും എനിക്ക് തുല്യ സ്നേഹ, ഒരു മാറ്റവും ഇല്ല. ഉദാസീന, അവനാണ് ഉദാസീനൻ. 2 തല്ലിയാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമോ അവനില്ല. അവർ നടത്തിക്കോട്ടെ, തല്ലിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ അവർ യോജിക്കും. നടുക്ക് ചാടി വീണ് നമ്മൾ പ്രശ്നത്തിലൊന്നും ആവാൻ പോകുന്നില്ല. ഉദാസീന മുകളിലിരിക്കുന്നവനാ. എന്നെ കസ്യജിതപി പക്ഷം ഭജതേ, ആരുടെയും പക്ഷം ഭജിക്കില്ല. അവനാണ് ഉദാസീനൻ. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ പലരും മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കർ എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതല്ല. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ ഇരിക്കുന്നവനാണ്. അതായത് 2 പേര് തമ്മിലുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ നടുക്ക് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ നായ ശരിയാവില്ല കേട്ടോ, ഒന്ന് നേരെ ആവണമെന്ന് പറഞ്ഞ് 2 ആളെയും പിടിച്ച് ചേർത്ത് ഒന്ന് രഞ്ജിപ്പിലെത്തിക്കാൻ ശ്രമിക്കും മധ്യസ്ഥൻ. ഇവിടെ ഏറ്റവും വലിയ നേരം പോക്ക്, മറ്റൊരു 2 കൂട്ടരും ചിലപ്പോൾ ഒന്നായിട്ട് എവന് കിട്ടിയെന്ന് വരും അവസാനം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടില്ലേ? മധ്യസ്ഥൻ, മധ്യത്തിലിരിക്കുന്നവൻ. മിക്കവാറും അവനാ തല്ല് കിട്ടുക. 2 പേര് അടിക്കുന്നത് അവന് കിട്ടും. എന്തായാലും മധ്യത്തിൽ പോയി നിന്ന് 2 പേരെ നേരെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ മധ്യസ്ഥൻ. പിന്നെ ദ്വേഷ്യൻ. ദ്വേഷത്തിന് പാത്രമായവൻ, വിരോധത്തിന് പാത്രമായവൻ. പിന്നെ ബന്ധു തന്നെ. ഇന്നലെ പറഞ്ഞു ആരാ ബന്ധു എന്നുള്ളത്. നമ്മളെ പരിമിതമായ ചുറ്റുപാടിൽ തളയ്ക്കുന്നവർ, അതാണ് ബന്ധിക്കുന്നവർ, കെട്ടിയിടുന്നവർ. ആ അർത്ഥത്തിലല്ല ഇവിടെ കേട്ടോ. ഇവിടെ ബന്ധുക്കൾ തന്നെ. സാമാന്യം നമ്മൾ ബന്ധുക്കൾ എന്ന് പറയുന്നുണ്ട്, അത് തന്നെ. എന്താ ഇപ്പോൾ ബന്ധുവിന് റിലേറ്റീവ്സ് എന്നായിട്ടാണ്, അത് തന്നെ സാധനം, ബന്ധുക്കൾ. അപ്പോൾ സുഹൃത്ത്, മിത്ര, അരി, ഉദാസീന, മധ്യസ്ഥ, ദ്വേഷ്യ ബന്ധുക്കളിലെല്ലാവരിലും ആരിൽ? സാധുഷു അപിച പാപേഷു, സാധുക്കളിലും പാപന്മാരിലും. പാപന്മാർ എന്ന് പറഞ്ഞാൽ പാപികൾ, സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ. സാധു ശബ്ദം വളരെ തെറ്റിദ്ധരിച്ചൊരു പദമാണ് സാധു, ഇല്ലേ? നമ്മൾ ഭാരതത്തിൽ കേരളത്തിന് പുറത്ത്, കേരളം തമിഴ്നാട് അങ്ങോട്ട് കഴിഞ്ഞ് കർണാടക വേണമെങ്കിൽ അതിന് മേപ്പട്ടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര ആയാലും ഗുജറാത്ത് ആയാലും അങ്ങോട്ട് മേപ്പട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ സാധു പറഞ്ഞാൽ സന്യാസി എന്നുള്ള അർത്ഥത്തിലാണ് പറയുക.
ഉത്തരഭാരതത്തിലൊക്കെ സാധു പറഞ്ഞ സന്യാസി, സാധു, ഒരു സന്യാസി, യോഗി. ഇവിടെ ഈ സാധു പീടിയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു കമണ്ടലൊക്കെ എടുത്ത് നടക്കുന്നൊരു ആളുടെ ചിത്രമാണ് അതിൽ. അപ്പോൾ സാധു ഇല്ല, വീഡിയോ ഇല്ല, പോട്ടെ. പക്ഷെ മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം. എന്താണ്? നിനം കൊള്ളാത്ത. എൻ്റെ സ്വാമി, അവൻ എന്തൊരു സാധുവാ, വായി കൈയിട്ടാ കടിക്കില്ല, അത്ര സാധുവാ പറയും. അവിടെ വായി കൈയിട്ടാ കടിക്കാത്തവൻ സാധുവാണോ? അവൻ അസാധുവാണ്, അവൻ സാധുവല്ല. അതെ, ഇത്തരം തെറ്റായ വികലങ്ങളായ ആശയങ്ങളെ തലയിൽ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഒരു വഴിക്കായത്. വായി കൈയിട്ടാ കടിക്കരുത്. അവൻ കൈയിടുന്നത് നമ്മളെ വല്ല് പറിക്കാനാന്ന് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ മർമ്മം നോക്കി പിടിച്ച് നമ്മളെ കൊല്ലാനാന്ന് മനസ്സിലാക്കണ്ടേ? അല്ലാണ്ട് എന്തിനാ അവന് കൈയിടേണ്ട ആവശ്യം? അതോടെ വായി കൈയിടാൻ സമ്മതിക്കരുത്. കൈയിട്ട അപ്പം കടിക്കണം, അല്ലെങ്കിൽ കൈയിടുന്നത് ദന്ത ഡോക്ടർ ആയിരിക്കണം, എന്നാൽ കടിക്കരുത്. അത് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഓരോ വിഡ്ഢിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വലത്തെ കരണത്തടി കിട്ടിയാൽ ഇടത്തും കാണിച്ചു കൊടുക്കണം, കിട്ടും ഇടത്തും. അപ്പോൾ വലം കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇടം കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കണ്ടോനോട് തല്ലുകൊണ്ട് നശിക്കേണ്ടവരാണോ നമ്മൾ? ചിന്തിക്കുക, ചിന്തിച്ചേ മതിയാവും. ഇങ്ങനെ വികലങ്ങളായ ആശയങ്ങളെ തലയിൽ കയറ്റി വെച്ചാൽ ഒന്നിനും കൊള്ളാത്തൊരു സമൂഹമായി നമ്മൾ അധപ്പതിക്കും. വലത്തെ കരണത്തേക്ക് കൈ ഓങ്ങുന്നവൻ്റെ ആ കൈ താഴ്ത്തിക്കാനുള്ള സാധനാബലം കണ്ണിന് വേണം, ഉപാസനാബലം വേണം. ഒരൊറ്റ നോട്ടം നോക്കിയാൽ അവൻ്റെ കൈ താനെ താഴെ പോകണം. എന്താ കൈ പൊക്കിയല്ല, ഞാൻ ഈച്ചേനെ ആട്ടാൻ വേണ്ടി കൈ പൊക്കിയതാട്ടുവോ, അവൻ പോവും. അല്ലാതെ വലത്ത് ഇടത്ത് കാണിച്ചു കൊടുക്കുക അല്ല വേണ്ടത്. തൻ്റെ ഇടമാണ് വേണ്ടത്, കരുത്താണ് വേണ്ടത്, ദൗർബല്യമല്ല. ഏതായാലും ശരി, സാധു പറഞ്ഞാൽ മലയാളികൾ മനസ്സിലാക്കുന്നത് ഒന്നിനും കൊള്ളാത്തവൻ, അവനൊരു സാധുവാ. അവൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് കയറാം, അവൻ്റെ ചുമലിലല്ലാതെ അയലും കയറിയിരിക്കാം, സാധുവാ. അവൻ്റെ സ്ഥലം നമുക്ക് വെട്ടിപ്പിടിക്കാം, അവൻ്റെ ഭൂമിയിലൂടെ നമുക്ക് വേലി കെട്ടാം, അവൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കൈക്കലാക്കാം. എന്തുകൊണ്ട്? അവൻ സാധുവാ. അല്ലെങ്കിൽ ഹിന്ദുക്കൾ സാധുക്കളായിരുന്നു കേട്ടോ. ഹിന്ദുക്കൾ വളരെ സാധുക്കളായിരുന്നു. ഇപ്പോൾ ഈ ഹിന്ദുത്വം വന്നിരിക്കുക, അത് വളരെ കുഴപ്പമാണ്. ഹിന്ദുത്വം കുഴപ്പമാണ്, ഹിന്ദു നല്ല ആളാ, സാധുക്കളാ. ഇപ്പോൾ തെറ്റിദ്ധരിക്കരുത്, സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം പാലിച്ചാൽ സാധു, ഇല്ലെങ്കിൽ അസാധു. ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമ ധർമ്മം പാലിച്ചാൽ സാധു, ഇല്ലെങ്കിൽ അസാധു. ഒരു സന്യാസിയുടെ ധർമ്മം പാലിച്ചാൽ സാധു, ഇല്ലെങ്കിൽ അസാധു. ഇപ്പോൾ ശാസ്ത്രാചാര മര്യാദകളെ പാലിക്കുന്നവനാണ് സാധു. എന്നാൽ ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ, എന്ത് ചെയ്യണമെന്ന് അനുശാസിച്ചോ അത് ചെയ്യാത്തവൻ, എന്ത് ചെയ്യരുതെന്ന് അനുശാസിച്ചോ അത് ചെയ്യുന്നവൻ, അങ്ങനെയുണ്ടാവും. അവന് പറയുന്ന പേരാണ് പാപൻ അഥവാ പാപി. അപ്പം സാധുക്കളിലും പാപികളിലും സമബുദ്ധിയാകുന്നു. അവൻ്റെ കർമ്മം കൊണ്ട് അവൻ സാധുവായിരിക്കുന്നു, അവൻ്റെ കർമ്മം കൊണ്ട് അവൻ പാപിയായിരിക്കുന്നു. അടിസ്ഥാനമായ അവൻ മനുഷ്യനാണ്, അടിസ്ഥാനപരമായ അവൻ ഒന്നാണ്. ഈ കാഴ്ചപ്പാടോടുകൂടി സമബുദ്ധിയോടുകൂടി വ്യവഹരിക്കുന്നവൻ ആരിലൊക്കെ? സുഹൃൻ മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഇവയിലെല്ലാം സമത്തെ കാണുന്നവൻ, സമമായ ബുദ്ധിയോടൊത്തവൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരെയെല്ലാം സമമായി കാണുന്നവനല്ല. സാധുവേയും അസാധുവേയും ഒരുപോലെ കാണുന്നില്ല. ആണെങ്കിൽ ഇവിടെ സപ്തമി വിഭക്തി ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം സപ്തമി വിഭക്തിയാണ്. അപ്പോൾ പാപനെയും സാധുവേയും ഒരുപോലെയല്ല. പാപനിലും സാധുവിലും സമബുദ്ധി. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. എല്ലാത്തിലും കുടികൊള്ളുന്ന ചൈതന്യ വിശേഷം ഏകമാണെന്ന തിരിച്ചറിവോടുകൂടി സമഭാവത്തിൽ കഴിയുന്നു. ഈ
സമബുദ്ധി വിശിഷ്ടനാകുന്നു. അവനാണ് വിശിഷ്ടനായ യോഗാരൂഢൻ എന്നർത്ഥം. നോക്കൂ, സുഹൃൻ മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.